മത്താനി എന്ത് പറ്റി? വൈകി പോയല്ലോ, ഫ്ലൈറ്റ് മിസ്സായി. അത് ആക്ച്വലി ഞാൻ എണീക്കാൻ ലേറ്റ് ആയിപ്പോയി. ഇത്രയും ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്തെങ്കിലും ഒന്ന് നേരത്തെ അലാറം വെച്ച് എണീച്ചു വിടായിരുന്നു. അത് അലാറം കേട്ടില്ല. ഇല്ല, അത് എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. രാവിലെ എണീറ്റ് വരണ്ടടാ. ഫ്രണ്ട്സ് ആരും കൊണ്ട് ഇവിടെ ഇറക്കി വിടാം. എന്റെ സിസ്റ്ററും ഫ്രണ്ടും വന്നായിരുന്നു. എന്നിട്ട് അവര് ഫ്ലൈറ്റ് മിസ്സായത് അറിയാതെ അവര് തിരിച്ചു പോയോ? അല്ല, അവരെ വിളിക്കാൻ നിങ്ങൾ സമയം തന്നില്ലല്ലോ. അടുത്ത ഫ്ലൈറ്റ് കിട്ടിയോ? കിട്ടി. എനിക്ക് അറിയായിരുന്നു. ഈ ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണ് കാണുന്നത്? ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ചന്ദ്രനും ചൊവ്വയും കടന്ന് ഏതോ യൂണിവേഴ്സിലെത്തിയായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുന്നത്. നല്ല ലൈഫായിരുന്നു. എനിക്ക് ബിഗ് ബോസിന് ശേഷം മലയാളത്തിൽ മാത്രം തെറി കേട്ടോണ്ടിരുന്ന എനിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തെറി കേൾക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇല്ല, ഞാൻ കമന്റ്സ് നോക്കാറില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തളയും. ആൾക്കാർ പറയുന്നില്ല, അതുള്ളതാ. അതെന്താന്ന് വെച്ചാല് സൈബർ ബുള്ളിങ് ആക്ച്വലി കുറച്ച് സീനാണ്. അത് നമ്മളിങ്ങനെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും സൈബർ ബുള്ളിങ് ആക്ച്വലി നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര കേസ് കൊടുത്താലും എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഒരു പരിധി വരെ നമ്മളെ ബാധിക്കും. ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് പോയതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. മണ്ടത്തരായിരുന്നു. എനിക്ക് എന്തിന്റെ അതെങ്ങനെയാ എല്ലിന്റെ ഇടയിൽ കയറിട്ടോ? പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ വീഴാൻ കാത്തിരിക്കും ആൾക്കാര്. നമ്മളൊന്ന് വീഴണം, അപ്പൊ മനസ്സിലാവും ആരാണ് പുറകിൽ നിന്ന് കുത്താൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുത്തിയ ആൾക്കാരൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. അത് കുത്തിയത് ആൾക്കാരാരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ആരൊക്കെയാണ് ഫേക്ക് ആരൊക്കെയാണ് റിയൽ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ അത് നമ്മളിലേക്ക് ലൈഫിൽ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവും, ഇവരൊരിക്കലും നമ്മളെ വിട്ട് പോയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ, അവരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഒരു വീഴ്ചയിൽ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. ബിഗ് ബോസിലെ ആൾക്കാർ എനിക്ക് ആകെ വളരെ കുറച്ച് ആൾക്കാരായിട്ട് പ്രവീണിന് ഞാൻ ആക്ച്വലി ഒന്നിച്ച് കയറിയത് പ്രവീണിന്റെ കൂടെ ആയിരുന്നു. എവിക്റ്റ് ആയതും എല്ലാം പ്രവീണിന്റെ കൂടെ ആയിരുന്നു, ഇവിടെ എത്തിയതും എല്ലാം. അപ്പൊ പ്രവീൺ ആ ത്രൂ ഔട്ട് ഒരു ജേർണിയിൽ പ്രവീണിന്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ട്. ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്ത് മസ്താനിന്റെ പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടോ? ഫ്ലാഷ് ബാക്കിലും ഫോട്ടോസും എല്ലാം AI ആണ്. ഒരു AI ജനറേറ്റഡ് സാധനങ്ങൾക്കും എന്റെ കരിയറിനെ നശിപ്പിക്കാനാവില്ല. വോയിസ് ക്ലിപ്പും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ മസ്താനി അങ്ങനെ ഒരു ഗൂഢമായ കുറെ ആൾക്കാർ ആക്രമിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. എനിക്ക് നെവിൻ ആക്ച്വലി ഇഷ്ടമാണ്. ആ ഹൗസിൽ നമുക്കൊരു സ്ട്രെസ് ബസ്റ്റർ നെവിനാണ്. കാരണം നെവിൻ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നെവിൻ കാണിക്കുന്നതൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നെവിന് തിരിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിപ്പോ ഹൗസിൽ കയറിയാലേ എനിക്കറിയുള്ളൂ. ഞാൻ കയറുന്ന സമയത്ത് എല്ലാവരും മൈൻഡ് ചെയ്യാണ്ടിരുന്നാലും ഞാൻ ചമ്മു. ഇപ്രാവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് PR എന്ന് പറയുന്നത്. അനുമോൾ തന്നെ പറഞ്ഞു 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടാണ് ബിഗ് ബോസ്. അപ്പോൾ മസ്താനിക്ക് PR ഉണ്ടാകുന്നത് 16 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകില്ല. ഒന്നാമത് PRന്റെ ഇമ്പാക്ട് എത്രത്തോളമാണ്? ഈ ഷോയെ എത്രത്തോളം സ്വാധീനിക്കുന്നു PR? കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ കൊടുക്കട്ടെ. പക്ഷെ PR എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാളുടെ ഞാൻ PR കൊടുക്കുന്ന ആൾക്കാരെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അതാണ് പ്രശ്നം. PR കൊടുക്കാൻ കഴിവുള്ളവർ കൊടുക്കട്ടെ, അങ്ങനെ വോട്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടെ. അതാ അഫ്കോഴ്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള സീസൺസിൽ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് PR ടീമായിരിക്കും. ഇപ്പൊ ബിഗ് ബോസിൽ പ്രണയ ജോഡി ഇല്ലല്ലോ. അത് അറിയില്ലടാ. കാണാറുണ്ട്, പക്ഷെ അത് അനു റിജക്ട് ചെയ്തില്ലേ? അനീഷേട്ടന്റെ വൺ വേ ലവ് അല്ലേ?
മസ്താനി ഇപ്പം ലക്ഷ്മി വന്ന ഫസ്റ്റ് വീക്ക് തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി, കുറെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ കൂടി നെഗറ്റീവ് രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ആളാണ് ലക്ഷ്മി. അപ്പൊ ലക്ഷ്മിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് പുള്ളിക്കാരിക്കുള്ള നെഗറ്റീവ് മസ്താനിയിലേക്ക് വന്നതായിട്ട് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു മുല്ലപ്പൂമ്പൊടി ചാരി കിടക്കുന്നു അങ്ങനെ എന്തുണ്ടല്ലോ എനിക്കറിയില്ല. ഞാനങ്ങനെ നമുക്ക് ലക്ഷ്മിനെ എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ലക്ഷ്മിനെ കാണുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എന്തോ എനിക്ക് നല്ല നെഗറ്റീവ്. എന്തുകൊണ്ട് ലക്ഷ്മിയുടെ കൂടെ കൂട്ടുകൂടി? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ വൈൽഡ് കാർഡ്സിന് അവർ പ്രത്യേകമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെക്കും. പൊതുവെ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അവരെന്നെ ഓൾറെഡി ലൈവൊക്കെ കണ്ടാൽ അറിയാം. ആ സമയത്ത് അവരെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അങ്ങനെയൊക്കെ. അപ്പോൾ പൊതുവെ എനിക്ക് അവിടെ ആകെ കമ്പനി പ്രവീണും ലക്ഷ്മിയൊക്കെ ആയിരുന്നു, പിന്നെ നെവിൻ. അങ്ങനെ അധികം ആളുകൾ നമ്മളായിട്ട് ഇങ്ങനെ അടുക്കുന്നില്ല. പിന്നെ അടുത്ത് വരുമ്പോഴേക്കും ഞാൻ ഈ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? അതായത് ലൈഫിൽ കുറച്ചുകൂടി എടുത്തുചാട്ടം അതൊക്കെ കുറക്കണം. പിന്നെ നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തല തല്ലിപ്പൊളിക്കാൻ തോന്നും, പക്ഷെ നമ്മൾ ചെയ്യും. നമ്മളിങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈ മസ്താന്റെ പേര് ശരിക്കും ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് അതൊന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ. ഇതിങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞോളൂ പേരൊന്നും. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാന് ബിഗ് ബോസില് ഈ സമയത്ത് മസ്താന്റെ പേരൊന്നും. ഞാൻ ബിഗ് ബോസിൽ നമുക്ക് ഒരു ജീവിതകഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആക്ച്വലി എന്റെ പേര് അവിടെ പറഞ്ഞതാ. ഇപ്പൊ നിങ്ങളൊക്കെ എന്നോട് സരസമ്മ റിയൽ നെയിമിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമെങ്കിലും എന്റെ പേര് സരസമ്മ അല്ല, അൻവറ സുൽത്താൻ സലിം. നോക്ക്, ഞാൻ പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. പുതിയ നെയിം ടാഗ് അടിച്ചോ? പുതിയ നെയിം ടാഗ് അടിച്ചു. സ്വന്തം പേരിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ സ്വന്തം പേര് അടിച്ചിട്ടുണ്ട്. മസ്താനിയോ? മസ്താനി നിട്ടത് അതെന്താ വെച്ചോ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചുമ്മാട്ടാണോ. പോസിറ്റീവോ? അതെന്താ ചേട്ടാ പോസിറ്റീവ്? എന്താന്ന് വെച്ചാ പോസിറ്റീവ് അല്ല, നമുക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വന്നു ചെറുതായിട്ട്. പിന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാരൊക്കെ. അത് ഏറ്റവും വലിയ ലൈഫ് ലെസ്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. ഔട്ട് ആവുന്ന സമയത്ത് കോഴ്സ് നമുക്ക് ഒരാൾ കുറയുന്നതിൽ ഹാപ്പി ആണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഹാപ്പിനെസ് കാണിക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പം എന്ത് ഫീലിങ്സ് ആണെങ്കിലും അതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണം. അനീഷ് ആക്ച്വലി നല്ല വ്യക്തിയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ജയിക്കണം എന്നാണ്. അതാണ് അങ്ങനെ. ഇപ്പൊ ഉള്ളതിൽ എനിക്ക് ആസ് എ ഗെയിമർ എനിക്കറിയില്ല. ആരെങ്കിലും ചെയ്യട്ടെ എന്തായാലും. അതിപ്പോ ഞാൻ പറയുന്ന ആൾക്കാർ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ട്രോൾ ചെയ്യാനല്ലോ. എനിക്കറിയില്ല, അക്ബർ ഉണ്ടാകുമായിരിക്കും ടോപ്പ് 3-ല്, അനുമോൾ ഉണ്ടാവുമായിരിക്കും, അനീഷ് അല്ലെങ്കിൽ ഷാനവാസ്. ആക്ച്വലി ആള് കുറച്ച് വേറൊരു ജനറേഷൻ ആണല്ലോ. അപ്പം ആൾക്ക് നമ്മുടേതായ ചില സാധനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആളൊരു വീട്ടിലൊരു 600 വൈപ്പൊക്കെയാണ്. ആദിൽ ഞാൻ 100 ടിക്കറ്റ് ടു ഫിനാലെ അത് ശരിക്കും ഭയങ്കര ഞെട്ടിപ്പോയി. അത് അടിപൊളിയായിട്ട് കളിച്ചു. കാരണം ആര്യൻ ആക്ച്വലി അവിടെ ഭയങ്കര ഫിസിക്കൽ ഗെയിം എന്ന് പറയുമ്പോൾ ആര്യൻ നമുക്ക് എല്ലാവർക്കും ഒരു കോമ്പറ്റീഷനാണ്. പൊതുവെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആര്യനൊരു കോമ്പറ്റീഷൻ കൊടുത്തത് 100. അത് അടിപൊളി. ഈ അനീഷിന്റെ ഈ പ്രായത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞായിരുന്നു, 40 വയസ്സൊക്കെ ആയില്ലേ എന്നുള്ള രീതിയിൽ. അതൊക്കെ ഈ എന്തെങ്കിലും അതുകൊണ്ടായിരിക്കും? അതല്ല, പ്രായം പ്രണയത്തിനൊരു തടസ്സമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. വിവാഹം ആണോ? അങ്ങനെ ഉണ്ടോ? നമുക്ക് സ്നേഹം എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തോന്നാലോ. അത് ജെനുവിൻ ആണെങ്കിൽ നല്ലതല്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പ്രായം, ലുക്ക് അതൊന്നും നോക്കില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞു, വേണ്ടായിരുന്നു. എന്തിന്റെ കേടായിരുന്നു? കാരണം വെച്ചാൽ അത്രത്തോളം വലിയൊരു പ്ലാറ്റ്ഫോമാണ് മസ്താനിക്ക്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്.
പക്ഷെ മസ്താനിയുടെ ഗെയിം ആയിരിക്കാം മസ്താനി കളിച്ചത് എന്നുള്ള രീതിയിൽ. പക്ഷെ മസ്താനിയുടെ എവിക്ഷൻ ആയിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ നല്ലൊരു TRP റേറ്റിംഗ് കിട്ടിയൊരു. അത് ബിഗ് ബോസ് തന്നെ മസ്താനിന്റെ ട്രോള് വരെ ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പോയിട്ട് നമ്മളെ തന്നെ കരിവാരി തേക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ അനുഭവിക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു വേദനയായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനൊക്കെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ നമുക്ക് സൈബർ ബുള്ളിങ് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ നമ്മളുടെ ഗെയിം കളിച്ച പ്ലാറ്റ്ഫോം തന്നെ നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി അത് ശരിയായിട്ട് തോന്നുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ എന്നെ രണ്ടാമത്തെ ഒരു റീ എൻട്രിക്ക് വിളിച്ച സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത് വന്നിട്ട് എന്റെ ട്രോളാനാണോ എന്ന് ഞാൻ ചോദിച്ചു. അത് മേ ബി എന്റെ എവിക്ഷൻ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ എന്റെ എവിക്ഷൻ പാൻ ഇന്ത്യൻ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയൊരു എവിക്ഷൻ ആയിരുന്നു. അപ്പൊ മേ ബി അവർക്ക് എല്ലാം ഒരു കോണ്ടന്റ് ആണല്ലോ, ഞാനാണല്ലോ കൊണ്ടുവരിക, അപ്പൊ അത് ആൾക്കാർ യൂസ് ചെയ്യുന്നു. ഈ മസ്താനിയുടെ ഏറ്റവും കൂടുതൽ ഹേറ്റ് വരാൻ കാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മസ്താനി മറ്റേ ആര്യൻ ജിസയിൽ മറ്റേ ബെഡ്റൂം എന്തോ സീൻ ക്രിയേറ്റ് ചെയ്തത്. മസ്താനി മാത്രമായിരുന്നില്ല അവിടെ അത് ചെയ്തത്, അനുമോളും ഉണ്ടായിരുന്നു. അനുമോളും മസ്താനിക്ക്, പക്ഷെ അനുമോൾക്ക് ഈ ഹേറ്റ് വരുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് മസ്താനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, അനുമോൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ ഇപ്പൊ അനുമോളുടെ PR വർക്ക് മസ്താനെ മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ടോ മസ്താനിക്ക്? അത് നിങ്ങളല്ലേ പറയണ്ടേ. അല്ല, ഞങ്ങൾക്കത് തോന്നി. കാരണം വെച്ചാൽ മസ്താനി മാത്രമല്ലായിരുന്നു, അനുമോളും ഉണ്ടായിരുന്നു. അനുമോൾ മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു. അതിലാണ് അത് ചെയ്യാൻ പറഞ്ഞത്, പ്രേരിപ്പിച്ചതും നിങ്ങളെ പ്രേരിപ്പിച്ചതായാലും പോലും. അപ്പൊ എല്ലാത്തിലും മസ്താനിയാണ് അവസാനം. മസ്താനിയടുത്താണ് ലാലേട്ടൻ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും മസ്താനെ മാത്രം ടാർഗറ്റ് ചെയ്തെന്ന് തോന്നുന്നു? എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡ്സിലാണെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വരാം ഇരിക്കും, അങ്ങനെയാണ്. ബിഗ് ബോസിന്റെ ഉള്ളിൽ നടന്ന പല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംപ്രേഷണം ടെലികാസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഞാനും നെവിനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അത് കോണ്ടന്റിനല്ല, പക്ഷെ എനിക്ക് നെവിനും ഒരേപോലെ വിശപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. അപ്പൊ അവൻ കട്ട് നിന്ന സമയത്ത് ഞാനും പോയിട്ട് ഷെയർ വാങ്ങിക്കാറുണ്ട്. നെവിനുമായിട്ട് അവൻ ഡോറ് വരെ വന്നായിരുന്നു. അതെന്താന്ന് അപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയത്. അപ്പോൾ ഞാനിങ്ങനെ എപ്പിസോഡ്സ് കണ്ടു നോക്കിയപ്പോൾ അങ്ങനെ ഒന്നും കണ്ടില്ല. ലൈവിലും ഞാൻ കണ്ട ആൾക്കാരോട് പിന്നെ മസ്താനിക്ക് ഒരു ഹേറ്റ് ആയിരുന്നു ഈ രേണുസുധീരെ വിധവ കാർഡ് വെച്ച് കളിക്കുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മസ്താനി പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിലാണ്. അത് എന്തുകൊണ്ടായിരിക്കും മസ്താനി പറയുമ്പോൾ മാത്രം രേണുസുധിക്ക് കൊള്ളുന്നത്? എനിക്കറിയില്ലടാ. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കമന്റ് സെക്ഷനിൽ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പറയുമ്പോൾ അത് നേരെ എനിക്ക് എഗെയിൻസ്റ്റ് ആയി. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കുമ്പോൾ അതൊരു ഗെയിമാണ്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പല രീതിയിലും നമുക്ക് തളർത്താം, ഇമോഷണലി തളർത്താം. അല്ല, ഫിസിക്കലി ഒന്നും ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പം ആ സമയത്ത് പല വേർഡ്സും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, മസ്താനി മാത്രമല്ല. പുറത്തുനിന്ന് എപ്പിസോഡ് ഇന്റർവ്യൂ അല്ലല്ല സാധനങ്ങൾ കണ്ടെന്ന് പറയുന്നു. വൈൽഡ് കാർഡ് പോയ ഒരാളെ പേഴ്സണലി അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ മസ്താനിക്ക് കൂടുതൽ മസ്താനിനോട് എല്ലാവരും ഹേറ്റ് വരുന്നത്. പക്ഷെ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട്. ഈ പറയുന്ന അക്ബർ തന്നെ പല രീതിയിൽ പല ആൾക്കാരെ പല തന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് ഷാനവാസും വിളിച്ചിട്ടുണ്ട്. അപ്പൊ മസ്താനി പ്രതികരിച്ചെന്നുള്ളൊരു കാര്യമാണ്. അത് മസ്താനിനോട് മാത്രമാണ് ഇപ്പോഴും ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴുണ്ട്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം? മസ്താനിയുടെ പ്രകൃതം കൊണ്ടാണോ, അല്ലെങ്കിൽ മസ്താനി ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ? ജെൻഡർ കാർഡ് അല്ല, ജെൻഡർ കാർഡിന്റെ അല്ലേ ഞാൻ പറഞ്ഞത്. ഇത് വേറെ ആർക്കും വരുന്നില്ല. പൊതുവെ എന്താണെന്ന് വെച്ചാൽ എന്നെ കണ്ട എല്ലാവർക്കും ഒന്ന് കയറി ചൊറിയാൻ തോന്നും. എന്താ അറിയില്ല, എന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ ആൾക്കാർക്ക് പൊതുവെ എന്നെ ഇഷ്ടപ്പെടാറില്ല എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരിയാണ്, ജാടയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? പിന്നെ എന്താ അഭിപ്രായം? പിന്നെ നല്ല കുട്ടിയായിരുന്നു. അല്ല, അങ്ങനെ പൊതുവെ എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ഒരു അങ്ങനെ ആൾക്കാർ അധികം നല്ലത് പറയാറില്ല. ഇൻ ദ സെൻസ് നിങ്ങൾ ഇനി അങ്ങനത്തെ ക്യാപ്ഷൻ കൊടുക്കില്ല. ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ ലാസ്റ്റ് മറ്റേ മസ്താനി എവിക്ഷനായ സമയത്ത് എയർപോർട്ടിൽ മസ്താനി മാസ്ക് ഇട്ട് പോയി വരുന്നു. എടാ, ഞാൻ മാസ്കിന്റെ അടിയിൽ ചിരിച്ചു, പക്ഷെ കണ്ടില്ല. ഞാൻ ആ വീഡിയോ എടുത്തു. പക്ഷെ 2 മണിക്കൂർ പോസ്റ്റ് വന്നു. അതെന്തറിയോ, ഞാൻ ഇറങ്ങിയിരുന്നു.
എന്നോട് പറയാം പുറത്ത് ഫുൾ മീഡിയ ഉണ്ട് സീനാണ്. അയ്യോ അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പോയ ഒരാള് ഇതിനൊക്കെ തരണം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് മസാനി സത്യത്തിൽ ഞാനൊരു പാവാണ്. ഇത്ര ആൾക്കാരെ അറ്റാക്ക് നിങ്ങൾ ആലോചിക്കണം. നാട് മൊത്തം എനിക്ക് എഗെയിൻസ്റ്റാ. അതായത് നമുക്ക് വേണ്ട ആൾക്കാർ പോലും ആ സമയത്ത് എനിക്ക് സപ്പോർട്ടില്ല. അപ്പൊ ഏത് ആൾക്കാരാണെങ്കിലും ഒന്ന് പേടിക്കില്ലേ? അത് ഞാൻ പേടിച്ചിട്ടുണ്ട്. നമ്മൾ ആർക്കും അഗേൻസ്റ്റ് അല്ല. ആ ഹലോ ഇപ്പോഴും മസാനയുടെ കൂടെ ഇല്ല. കുറച്ച് കർമ്മ പരിപാടി കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനോ? അതിന്റെ ഒരു രഹസ്യം എന്താ? അത് ഇത് കർമ്മ അല്ല ഒരാളെ പറ്റിട്ട് അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ലൈഫിൽ ഇപ്പൊ 5 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്, 7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ശരിക്കും ആരാണ് നല്ല സുഹൃത്തുക്കൾ നമുക്ക് മനസ്സിലാവും. കൂടെ ആരുണ്ടാവാന്ന് മനസ്സിലാവും. കൂടെ ആരുണ്ടാവാന്ന് അതിപ്പോ ഞങ്ങളിപ്പോ ഇത്രയും ആൾക്കാർ സംസാരിച്ചു, മസാനയുടെ സംസാരിച്ചു. മസാനയുടെ യഥാർത്ഥ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾക്ക് അത് ബിഗ് ബോസിലാണ്. ഇത് മേക്കപ്പോ അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ പീസല്ല, ക്യാരക്ടറിനെ പറ്റിയിട്ട് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ അന്ന് എയർപോർട്ടിൽ പോയപ്പോഴായാലും മസാനി നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് പോകുമ്പോ മസാനി അപ്പൊ നമ്മൾ പേടിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മളോട് പേടിച്ചല്ല. ഞാൻ ആക്ച്വലി എനിക്ക് ഫോൺ കിട്ടുന്നത് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തുന്ന സമയത്താണ്. അപ്പോ ഞാൻ കിട്ടുമ്പോ തന്നെ കാണുന്നത് ഫുൾ നെഗറ്റീവാണ്. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ എനിക്ക് ഇൻസ്റ്റയിൽ കുറെ ഫോളോവേഴ്സ് ആവുന്നൊക്കെ വിചാരിച്ചു. നോക്കുമ്പോ പകുതിയോളം കുറഞ്ഞ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ ഞാൻ ഇപ്പൊ ആരെങ്കിലും വിളിക്കാൻ വരണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഒറ്റയ്ക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല. പിന്നെ ഞാൻ കുറെ ടൈം എടുത്തിട്ടാണ് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് വന്നത്. ഈ ഒരു സമയത്ത് ആക്ച്വലി എന്റെ ചാനലിൽ എനിക്ക് നോക്കി പറയാൻ പറ്റുള്ളൂ. കാരണം അവര് എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവര് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചില PROs ആണെങ്കിലും അവരും നിൽക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് ആകെ എന്നോട് പറഞ്ഞ് ഇത് മെന്റലി ഓക്കെ ആയിട്ട് ഒന്ന് സെറ്റായിട്ട് ടൈം എടുത്തു. പക്ഷെ വേറെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന്. ഇതേപോലെ ഒരു ഷോ വന്നാൽ പോവോ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാൻ ആക്ച്വലി താങ്ക് യു. ഓക്കെ കണ്ടിട്ട് മസ്താനിക്ക് ഹേറ്റ് കുറയട്ടെ. ഓക്കെ പോട്ടെ. അല്ല മസ്താനി ഹാപ്പി അല്ലേ ഇപ്പോ? ഹാപ്പി അല്ല. ശരി, ആദ്യം ബിഗ് ബോസ് പോയപ്പോ നെഗറ്റീവ് ആണ്. ഈ പോയി വരുന്നത് നല്ല പോസിറ്റീവ് ആവട്ടെ. ആക്ച്വലി ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ കുറ്റാണ് ആൾക്കാർക്ക്. അല്ല, ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പറയുന്നത്. അതെ അതാ ഞാൻ പറഞ്ഞ. അത് ആക്ച്വലി ഒരു ഗെയിം ഷോ ആണ്. പക്ഷെ അവിടെ ഇപ്പം ആൾക്കാർക്ക് അത് പേഴ്സണലായിട്ട് എടുക്കും. അപ്പൊ ഞാനും ആരിന്റെയും ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ഇപ്പൊ നിങ്ങൾ അച്ഛനും മക്കളും നമ്മൾ നായിന്റെ മക്കളും അങ്ങനത്തെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. അപ്പൊ ആൾക്കാർ കുറെ പറയുന്നുണ്ട് ഇപ്പൊ കുറ്റം പറഞ്ഞ ഫാൻസ് ഒക്കെ എവിടെ. അതെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ അകത്തുനിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഗെയിമൊക്കെ അവിടെ ഞാൻ ഇട്ടിട്ടാണ് വന്നത്. ഇനിയിപ്പോ ഞാൻ അവിടെ പോയിട്ട് ഗെയിം കളിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കപ്പ് എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ എന്തിനോട് പോയിട്ട് ഗെയിം കളിക്കുന്നേ? സ്വഭാവം അതെന്റെ ഗെയിം അല്ലേ. സത്യത്തിൽ ഞാൻ ഭയങ്കര പാവാ. എന്റെ കണക്കൂട്ടലിൽ പണ്ടേ തെറ്റാ. റിയൽ ആയിട്ട് അവിടെ നിൽക്കണം എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. പാവാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇല്ല, ക്ലാസ് എടുത്തോന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് നല്ല ഈ ഗെയിം കളിക്കണം. അതാ ഞാൻ പറഞ്ഞ. എനിക്ക് പറഞ്ഞു തന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ അവിടെ പോയി ചെയ്തത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോ മൈൻഡൊക്കെ സപ്പോർട്ട് ചെയ്തില്ലാന്ന് തോന്നിയായിരുന്നു? വളമാളിപ്പോ